അസ്സലാമലൈക്കും. ഇന്നത്തെ ടോപ്പിക്ക് പറയുമ്പോൾ ഡിവിഷൻ തന്നെയാണ്. അതിൽ കോഷ്യൻ വിത്ത് സീറോ, നമ്മൾ ഡിവിഷൻ ചെയ്ത് കിട്ടുന്ന ആൻസർ ഉണ്ടാവുമല്ലോ, അതിൽ സീറോ വരുന്ന അത് ഏത് വഴിയാണ് സീറോ വരുന്നത്. ഇതുവരെ നമ്മൾ ചെയ്ത കോഷ്യനിലൊന്നും സീറോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് ചെറിയൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയെല്ലാം സെയിം സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ. എനിവേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. 4100 ഡിവൈഡഡ് ബൈ 5 ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ 4 ഡിവൈഡഡ് ബൈ 5 ആദ്യം നോക്കാം. 4 ഡിവൈഡഡ് ബൈ 5, ഇവിടെ 4ൽ 5 ഇൻക്ലൂഡ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 5 ഡിവൈഡ് ബൈ 4 ചെയ്യുമോ? ഇല്ല, അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? തൊട്ടപ്പുറത്തെ നമ്പറും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് 41 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയാൽ മതി. 8 ടൈംസ് ആണ് എന്ത് 5 40. 9 ടൈംസ് ആകുമ്പോൾ പിന്നെ 45 ആവും, അത് എബോവ് 41 ആവും. അപ്പോൾ നമുക്കതെന്തല്ല, പോസിബിൾ അല്ല. സോ 8 ഈസ് ദ ആൻസർ. ദെൻ 40 സബ്ട്രാക്ട് ഫ്രം 41 എന്താണ് ആൻസർ? 1 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 ഡിവൈഡ് ബൈ 5 ചെയ്ത പോലെ ഇനി എന്താണ്? ഡിവിഷനാണ്. 1 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ ഇത് പോസിബിൾ അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? തൊട്ടപ്പുറമുള്ള മറ്റൊരു നമ്പർ താഴോട്ട് ഇറക്കാം. ഓക്കെ, ഇനി ഒരു 0 കൂടെ ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. 10 ഡിവൈഡഡ് ബൈ 5 അറിയാം. 5 എത്രയാണ്? 10 ആണ്. 2 ടൈംസ് 5 10. ഇനി എന്ത് ചെയ്യണം? ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്യണം. നമ്മൾ നമ്പർ കഴിഞ്ഞോ? ഇല്ല, ഇനി ഒരു 0 കൂടി ഇവിടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി നോക്കാം. 0 ഡിവൈഡഡ് ബൈ 5. 0 ഡിവൈഡഡ് ബൈ 5 എന്താണ്? ഇത് നമുക്ക് പോസിബിൾ ആണോ? അല്ല. അപ്പോൾ അങ്ങനെയുള്ള ഇതേപോലെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ എന്ത് ചെയ്ത് ഒരു നമ്പർ ഇറക്കിയത്. ഫോർ എക്സാമ്പിൾ ഇവിടെ 1 എന്തല്ല, ഡിവിസിബിൾ അല്ല 5നെ കൊണ്ട്. സോ നമ്മൾ എന്ത് ചെയ്ത് തൊട്ടപ്പുറമുള്ള നമ്പർ ഇറക്കി. അതേപോലെ തന്നെ ഇവിടെ 0 5 വെച്ചിട്ട് എന്തല്ല, പോസിബിൾ അല്ലാത്തതുകൊണ്ട് തൊട്ടപ്പുറമുള്ള മറ്റ് നമ്പർ, ബാക്കിയുള്ള നമ്പർ ഇറക്കി. ഇവിടെ ചെയ്ത സമയത്ത് നമുക്ക് പിന്നീട് പോസിബിളായി. എങ്ങനെ? ആ നമ്പർ ഇറക്കിയ സമയത്ത് നമുക്കത് പിന്നെ ഡിവിസിബിളായി അല്ലേ. പക്ഷേ ഇവിടെ നോക്ക്, 0 ഡിവൈഡ് ബൈ 2. അതെ, നമ്മൾ ഒരു ഡിവിസിബിൾ അല്ലാത്ത സമയത്ത് മറ്റൊരു നമ്പർ ഇറക്കി കഴിഞ്ഞാൽ സാധാരണ അത് പോസിബിൾ ആവാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഒരു നമ്പർ ഇറക്കിയിട്ടും എന്തായില്ല, അത് ഡിവിസിബിൾ അല്ല. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക? 0 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 0 എന്ന് കൊടുക്കുക. ദെൻ 0 ടൈംസ് 5 0 തന്നെയാണ്. ഓക്കെ, ദിസ് ഈസ് കോഷ്യൻ. ഓക്കെ, ഇതാണ് 820 ആണ് കോഷ്യൻ. അഥവാ അവിടെ 0 കോഷ്യനിൽ 0 വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടി തന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. 2420 ഡിവൈഡഡ് ബൈ 6. ഓക്കെ, അപ്പോൾ നോക്കാം. ആദ്യം നമുക്ക് 2 ഡിവൈഡഡ് ബൈ 6 ചെയ്യാം. 2 ഡിവൈഡഡ് ബൈ 6 പോസിബിൾ അല്ല, ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് 24 ഡിവൈഡഡ് ബൈ 6. അപ്പോൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കുക. 6 12 18 24. അപ്പോൾ 4 ആണുള്ളത്. 4 ടൈംസ് 6 എത്രയാണ്? 24 ആണ്. ഇനി എന്ത് ചെയ്യാം? ഇത് സബ്ട്രാക്ട് ചെയ്യാം. 0 കിട്ടും. 24 സബ്ട്രാക്ട് ഫ്രം 24 0. ഡിഫറൻറ്റ് ഈസ് 0. ഇനി നമുക്ക് 0 ഡിവൈഡഡ് ബൈ 6 ചെയ്യാം. നോക്കിക്കേ, നിങ്ങൾ ഡിവിഷൻ ചെയ്ത സമയത്ത് അതെന്തല്ല, അത് ഡിവിസിബിൾ അല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തൊട്ടപ്പുറം നിൽക്കുന്ന നമ്പർ നമുക്ക് എന്ത് ചെയ്യാം? താഴോട്ട് എഴുതാം, 2. ഇനി എന്ത് ചെയ്യാം? 0ക്ക് ഇവിടെ മുമ്പായതിന് വാല്യൂ ഇല്ല. 2 ഡിവൈഡഡ് ബൈ 6. 2 ഡിവൈഡഡ് ബൈ 6. 2 എന്ന നമ്പറിൽ 6 ഉണ്ടോ? ഇല്ല. അതായത് നിലവിലുള്ള നമ്പറിൽ 6 ഇല്ലാത്തത് കൊണ്ടാണ് മറ്റൊരു നമ്പർ ഇറക്കിയത്. അങ്ങനെ ഒരു നമ്പർ നമ്മൾ ഇറക്കിയിട്ടും എന്തായില്ല, അതിനൊരു സൊല്യൂഷൻ ആയിട്ടില്ല. ഓക്കെ, അവിടെ ഡിവിസിബിൾ അല്ല. സോ 2 ഡിവൈഡ് ബൈ 6 ചെയ്തപ്പോൾ എന്തായി? 0 കിട്ടി. ഐ റിപ്പീറ്റ്, അവിടെ ഓൾറെഡി ഉള്ള നമ്പർ ആയിട്ടുള്ള 0ൽ 6 ഡിവിസിബിൾ അല്ല. 0 ഡിവൈഡ് ബൈ 6 എന്തല്ല, ഡിവൈഡ് ചെയ്യാൻ കഴിയൂല. 6നെക്കാളും ബിലോ ആയിട്ടുള്ള ചെറിയ നമ്പറാണ് 0. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? തൊട്ടപ്പുറമുള്ള മറ്റൊരു നമ്പർ ഇറക്കി. 2 ഡിവൈഡ് ബൈ 6. അങ്ങനെ ഇറക്കിയപ്പോഴും ഈ 6 എന്ന നമ്പറിൻ്റെ ബിലോ ആണ് 2. അപ്പോൾ 2 എന്താവില്ല, ഡിവിസിബിൾ ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ 0 ഇടാം. ഇനി 0 ടൈംസ് ഇവിടെ മേലെ ഒരു നമ്പർ എത്തിക്കഴിഞ്ഞാൽ, ഡിവൈഡ് ചെയ്തൊരു നമ്പർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ
ആ എത്തിയ നമ്പറും ഡിവൈസർ തമ്മിൽ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ 0 ടൈംസ് 6, അതായത് 0 ഇൻറ്റു 6 എത്രയാണ്, 0 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് സബ്ട്രാക്ട് ചെയ്യാം. 0 സബ്ട്രാക്ട് ഫ്രം 2 തന്നെയാണ്. നെക്സ്റ്റ് ഇവിടെ ബാക്കിയുള്ള ഒരു നമ്പർ ഏതാണ്, 0 ആണ്. സോ 20 ഡിവൈഡഡ് ബൈ 6, 12, 18 പിന്നെ 24 ആണ്. അപ്പോൾ എത്രയാണ്, 3 times 6, 18. ഇതൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത് സബ്ട്രാക്ട് ചെയ്യാം. 20 ഡിവൈഡഡ് ബൈ 18 സബ്ട്രാക്ട് ഫ്രം 20 എത്ര കിട്ടി, 2 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ എത്രയാണ്, നമുക്ക് ഉത്തരം കോഷ്യൻ്റ് 403. ഇവിടെ കണ്ടോ, കോഷ്യൻ്റിൽ 0 വന്നിട്ടുണ്ട്. അതേപോലെ റിമൈൻഡർ നമ്മൾ ഇന്നലെ പഠിച്ചതാണ് എങ്ങനെയെന്നുള്ളത്. ഇനി ഇവിടെ തൊട്ടപ്പുറത്ത് വേറെ നമ്പർ ഉണ്ടോ, ഇല്ല. 2 യൂസ് ചെയ്ത് 4 ഓക്കെ, 2 ഓക്കെ, 0 ഓൾസോ നമ്മൾ എന്ത് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനി എന്തല്ല, മറ്റൊരു നമ്പർ ഇറക്കാനില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഇറക്കായിരുന്നു, നമുക്കിവിടെ ഡിവിസിബിൾ ആണോ നോക്കായിരുന്നു, അങ്ങനെ പോവാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. എത്രയാണ്, 2 is the remainder and 6 divisor, dividend 2420. ലാസ്റ്റ് കോഷ്യൻ 403, അതായത് നമ്മൾ കോഷ്യൻ്റ് ആര് വന്നിട്ടുണ്ട്, 0 വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം കൂടെ പറയാം. 4228 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ ആദ്യം 4 ഡിവൈഡഡ് ബൈ 7 നമുക്ക് എന്തില്ല, പോസിബിൾ അല്ല. 42 ഡിവൈഡഡ് ബൈ 7 നോക്കാം. അപ്പോൾ എങ്ങനെയാണ്, 7, 14, 21, 28, 35 പിന്നെ എത്ര വരുന്നത്, 42 അല്ലേ. 6 times 7, 42. then 42 subtract from 42, 0. ഡിഫറൻസ് 0 കിട്ടി. നെക്സ്റ്റ് 0 എന്ന നമ്പറിൽ 0 ഡിവൈഡ് ബൈ 7 ഓക്കെ ആണോ, അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മറ്റൊരു നമ്പർ താഴോട്ട് ഇറക്കാം. 42 കഴിഞ്ഞതിന് ശേഷം പിന്നെ 2 ആണ് നെക്സ്റ്റ് നമ്പർ, അപ്പോൾ അതാണ് താഴോട്ട് ഇറക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നിലവിലുള്ള ഈ ഒരു നമ്പർ ഡിവൈഡ് ചെയ്തു, ഏത് ഡിവൈസർ 7 കൊണ്ട്. പോസിബിൾ അല്ല, ഡിവിസിബിൾ അല്ല. നെക്സ്റ്റ് 2 എന്ത് ചെയ്തു, താഴോട്ട് ഇറക്കി. ഇനി 2 ഡിവൈഡ് ബൈ 7 ചെയ്തപ്പോൾ അത് ഓക്കെ ആണോ, ഡിവിസിബിൾ ആണോ, അല്ല. സോ 2 ഡിവൈഡ് ബൈ 7, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ടൈമിൽ 0 കൊടുക്കാം. 0 ടൈംസ് 7, 0, 0 സബ്ട്രാക്ട് ഫ്രം 2. നെക്സ്റ്റ് 2 ഡിവൈഡ് ബൈ 7, ഇവിടെ പോസിബിൾ അല്ലാത്തതുകൊണ്ട് മറ്റൊരു നമ്പർ ഇറക്കി ചെയ്തിട്ടുണ്ട്. ഇനി 28 ഡിവൈഡ് ബൈ 7. അപ്പോൾ 7, 14, 21, 28 എത്ര കിട്ടി, 4. ദെൻ 4 ടൈംസ് 7, 28. റിമൈൻഡർ 0 ആൻഡ് കോഷ്യൻ 604. ഓക്കെ.